കാട്ടാക്കടയിൽ 7 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയേറ്റെന്ന് സംശയം. മൈലാടി സ്വദേശികളായ ഗിരീഷ് നീതു ദമ്പതികളുടെ മകൻ ആദിത്യനാഥാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആദിത്യനാഥ് അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽനാഥ് നൽകും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത് എന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് ആദിത്യനാഥ്? മാത്രമല്ല, ഇത് എവിടെ നിന്നാണ് കഴിച്ചത്? ഇപ്പോൾ ഇത്തരത്തിലൊരു സംശയം തോന്നാനുണ്ടായ സാഹചര്യം എന്താണ്? മോത്തി, ഈ കഴിഞ്ഞ 17-നാണ് കുടുംബത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടിയും കുടുംബവും ഇത്തരത്തിൽ വിളപ്പിൽ ശാലയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കുട്ടി തീരെ വയ്യാതാകുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. 2 ആശുപത്രിയിലേക്ക് തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം ഈ പ്രദേശത്ത് വീടിനടുത്തുള്ള ആശുപത്രിയിൽ ആക്കുകയും അവിടെ നിന്ന് SAT ആശുപത്രിയിലേക്ക് തന്നെ റഫർ ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭക്ഷണം കഴിച്ച അന്ന് മുതൽ ശാരീരിക അസ്വസ്ഥ്യം കുട്ടിക്ക് തുടങ്ങിയെന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും വയറുവേദന, ഛർദി തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ആശുപത്രി SAT ആശുപത്രിയിലേക്ക് തന്നെ റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. കുളത്തുമ്മൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പലപ്പോഴും ഈ വിളപ്പിൽശാല അടക്കമുള്ള പ്രദേശത്ത് പല ഹോട്ടലുകളിലും കൃത്യമായിട്ടല്ല ഇത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുൻപും പലപ്പോഴായി കാട്ടാക്കട ഭാഗത്തു നിന്നൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. എന്തായാലും ഇത് ഭക്ഷ്യവിഷബാധയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുകൂടെയുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഭക്ഷ്യവിഷബാധയാണ് എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ അത് ഉറപ്പിക്കുക തന്നെ വേണം.